ഹലോ. അങ്ങനെ നമ്മുടെ ദ ഷീപ്പ് ഡിറ്റക്റ്റീവ് സിനിമ ഞാൻ കണ്ടു. ഒരു മിസ്റ്ററി കോമഡി ജോണറിൽ വരുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നമ്മുടെ എക്സ്മാൻ ആയിട്ടൊക്കെ നമ്മുടെ ഊൾവറിനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഹഗ് ജാക്മാൻ ആണ് ഇതിൻ്റെ അത് മെയിൻ ലീഡിൽ വന്നിട്ടുള്ളത്. പുള്ളിയുടെ ഒരു വേറിട്ടൊരു ക്യാരക്ടർ. അത് നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു എക്സ്മാനൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു സൂപ്പർ ഹീറോ ആയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഒരു വെറൈറ്റി, ഒരു എന്താ പറയുക, ഒരു നേരെ ഒരു എന്താ പറയുക, ഉൾട്ട എന്നൊക്കെ പറയില്ലേ, അത് കണക്കുള്ള ഒരു ക്യാരക്ടർ ഇതിൻ്റെ അകത്ത്. അതൊരു ഒരു ആട്ടിടയൻ. പുള്ളി ഒരു ആട്ടിടയനാണ്. കുറേ കുറേ ഷീപ്സ് ഉണ്ട്. പുള്ളിക്കാരെ നോക്കുന്ന കുറേ ഷീപ്സ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൊരു ആട്ടിടയനായിട്ടാണ് ഇതിൻ്റെ അകത്ത് എന്താ പറയുക അഭിനയിച്ചിട്ടുള്ളത്. പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ ഒരു ടൈം ആകുമ്പോൾ, ഒരു സമയമാകുമ്പോൾ, കുറച്ച് സിനിമ കുറച്ച് കഴിയുമ്പോൾ പുള്ളി ഒരു എന്താ പറയുക, ഒരു മിസ്റ്ററി എങ്ങനെയാണെന്നറിയില്ല, പുള്ളി മരിക്കുകയാണ്. അപ്പം ഈ ഷീപ്സ് ഇത് കാണുന്നു. ഇപ്പം എല്ലാവരും കേസ് അന്വേഷണം കാര്യങ്ങളും, അതൊരു ആത്മഹത്യ പോലെയൊക്കെ അങ്ങനെയൊക്കെ, അത് എന്താണ് അതിൻ്റെ ഉള്ളിലെ മിസ്റ്ററി എന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ് ആ ടൈമിൽ. പക്ഷേ അത് അന്വേഷിക്കാനായിട്ട് മുൻപിട്ടിറങ്ങുകയാണ് ഇവരുടെ ഈ ഷീപ്സ്. ഓക്കെ. അപ്പം അതാണ് എന്താ പറയുക, ഇതിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സ്റ്റോറിയാണ് സിനിമയുടെ. പക്ഷേ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലയാളത്തിൽ തന്നെ കാണണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം. ഇത് വേറെ ഏത് ലാംഗ്വേജ് ഉണ്ടെങ്കിലും നിങ്ങളിത് മലയാളത്തിൽ തന്നെ ഇരുന്ന് കാണണം. കാരണം അത് ഭയങ്കര ഒരു രസമാണ്. അതിൻ്റെ മലയാളം ഇരുന്ന് കാണാനായിട്ട് ഭയങ്കര രസമാണ്. അതിൻ്റെ ഒരു ഡയലോഗ്സ് ആണെങ്കിലും അതിൻ്റെ ഓരോ സീൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മലയാളത്തിൽ കാണാൻ ഭയങ്കര രസമാണ് ഇതിൻ്റെ ഡയലോഗ്സൊക്കെ. നല്ല രസമാണ്. മെയിൻലി ആ സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു ഫുൾ മേക്കിംഗ് തന്നെ ഭയങ്കര അടിപൊളിയാണ്. നല്ല രസമാണ്. നമ്മളിങ്ങനെ ഒരു കണ്ണിന് കുളിർമയൊക്കെ നൽകുന്ന അവിടുത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അവരുടെ ആ സ്ഥലങ്ങളാണെങ്കിലും ആ ഒരു കുറേ പല പല കളറിലുള്ള ഷിപ്സ്. അപ്പോൾ അവരുടെ ഒരു കോംബോ ഒക്കെ കാണാനാണെങ്കിലും ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നമ്മളിങ്ങനെ ഇരുന്ന് ഒരു കളർഫുൾ സെറ്റപ്പ് അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. ഒരു കണ്ടു തീർക്കുമ്പോൾ സ്ഥലങ്ങളാണെങ്കിലും അതിലുള്ള എല്ലാ പക്ക ഒരു കളർഫുൾ മൂഡാണ്. ഒരു ഫീൽ ഗുഡ് കളർ, ഒരു മിസ്റ്ററി, ഒരു കേസ് അന്വേഷണം, ഒരു മിസ്റ്ററി കോമഡി ഇതിലാണ് വരുന്നതെങ്കിലും ശരിക്കും ഒരു ഫീൽ ഗുഡ് മൂവി കാണുന്നൊരു ഫീലായിരുന്നു ആ സിനിമ കണ്ടു തീർക്കുമ്പോൾ. ഒരു ഫീൽ ഗുഡ് മൂവി കണ്ടൊരു ഫീലാണ്. ആ രീതിക്കാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. നല്ല രസമുള്ളൊരു മൂവിയാണ്. ഇറ്റ്സ് എ ഗുഡ് മൂവി. അതാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെ അടിപൊളി അങ്ങനെയല്ല. സിനിമ ഒരു ഇറ്റ്സ് എ ഗുഡ് മൂവി. അതാണ് ആ സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ ടാഗ് എന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് എ ഗുഡ് മൂവി. നല്ലൊരു മൂവിയാണ്. കണ്ടിരിക്കാൻ പറ്റിയ എന്താ പറയുക, നല്ല രസത്തിൽ ഇങ്ങനെ ഒരു 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 ഓളത്തിൽ ഇങ്ങനെ അങ്ങ് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. മനസ്സിലൊരു കുളിർമ നൽകുന്ന അല്ലെ, ക്ലൈമാക്സ് കാണുമ്പോൾ ഭയങ്കര നമ്മൾ സാറ്റിസ്ഫൈ ആവും. സിനിമ കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു രസമുണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഭയങ്കര നമ്മളൊരു മനസ്സ് നിറയും നമ്മുടെ. മനസ്സിലായില്ലേ? ഭയങ്കര അങ്ങനത്തെ ഒരു രസമുള്ളൊരു മൂവിയാണ്. നിങ്ങൾ എന്തായാലും സിനിമ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. എന്തായാലും മിസ്സാക്കാതെ സിനിമ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. അപ്പം ശരി. ബൈ ബൈ.